സങ്കീർത്തനം 19:3-4 വാക്യങ്ങൾ. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, എങ്കിലും അവയുടെ സ്വരം ഭൂമി മുഴുവൻ വ്യാപിക്കുന്നു. ഇതെന്തിനെ കുറിച്ചാണെന്നറിയോ? പകലിനെ കുറിച്ച്, ആകാശത്തെക്കുറിച്ച്. ആകാശം ദൈവമഹത്വം പ്രകീർത്തിക്കുന്നു, പകലിനോട്, രാത്രി രാത്രിയോടും ഉണ്ട്. അപ്പൊ രാത്രിയും പകലും ആകാശവും രാത്രിയും പകലും തമ്മിൽ മിണ്ടാട്ടമില്ല, പക്ഷെ അവര് ഉള്ളുകൊണ്ട് മിണ്ടുന്നത് ദൈവമഹത്വത്തെ കുറിച്ചാണ്. ശബ്ദമൊന്നും കേൾക്കാനില്ല, ബഹളമില്ല, സ്വരമില്ല, കോലാഹലമില്ല, അലർച്ചയില്ല, കയ്യടിയില്ല, കാട്ടിക്കൂട്ടലില്ല. പക്ഷേ ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ച് നിരന്തരം മൗനമായി പറയുന്നത് കൊണ്ട് അവരുടെ ശബ്ദം കൊണ്ട് ഭൂമി നിറയുന്നു. നമ്മൾ ഒരുപാട് സ്വരം വെക്കുന്നുണ്ട്, ഒരുപാട് ശക്തി എടുക്കുന്നുണ്ട്, ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, ഒരുപക്ഷെ ദൈവവേല പോലും ചെയ്ത് കൂട്ടുന്നുണ്ട്, സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോലും സമയമെടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ സ്വരം കൊണ്ട് ഭൂമി നിറയുന്നില്ല. കാരണം ദൈവമഹത്വമല്ല ഞാൻ തേടുന്നത്, എന്റെ മഹത്വമാണ്. ആകാശം ദൈവമഹത്വത്തെ പ്രകീർത്തിക്കുന്നു, രാത്രിയോട്, പകലിനോട് ദൈവത്തെക്കുറിച്ച് മിണ്ടുന്നു. ഞാൻ അറിയാതെ എന്റെ ശുശ്രൂഷകളിലൂടെ മിണ്ടുന്നത് എന്നെക്കുറിച്ചാകാൻ എല്ലാ സാധ്യതയുണ്ട്. നമ്മുടെ ബലഹീനത നമുക്ക് ഏറ്റു പറയാം. നമ്മൾ പകലിനോട് മിണ്ടുന്നത് പോലെ ദൈവമഹത്വത്തിന് വേണ്ടി ജ്വലിച്ചാൽ, നമ്മളൊന്നും മിണ്ടുന്നില്ലെങ്കിലും ഒന്നും പറയുന്നില്ലെങ്കിലും ഭൂമി മുഴുവൻ നമ്മുടെ ശുശ്രൂഷ കൊണ്ട്, മഹത്വം കൊണ്ട് നിറയും. കർത്താവേ, അങ്ങനെ മിണ്ടാതെ മിണ്ടുന്ന, പറയാതെ പറയുന്ന ദൈവമഹത്വത്തിന്റെ പ്രവാചകനാക്കി എന്നെ മാറ്റണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത് ജീവിതത്തിന്റെ അർത്ഥം തരും,